വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് തേർഡ് ചാപ്റ്റർ നോക്കാം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഞാൻ രണ്ട് മൂന്ന് സർക്കിളും ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ ചാപ്റ്റേഴ്സ് ഇട്ടിരുന്നു. കുട്ടികളൊക്കെ അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. നന്നായി തോന്നുന്നു. നന്നായിട്ട് പഠിക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതിനകത്ത് ഞാൻ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എഴുതുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കാണുമല്ലോ. അപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻസൊക്കെ എഴുതാം. ഇത് ഞാൻ പേജ് 71 തേർഡ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. One is asked to say a 2-digit number. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതാം. One is asked to say a 2-digit number. What is the probability of പ്രോബബിലിറ്റി എന്നുള്ളത് ഇങ്ങനെ എളുപ്പത്തിന് കേട്ടോ. ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ. നോക്കാം. 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാണ്? 10, അടുത്ത 11, എക്സെട്ര 99. നമ്മൾ ഫസ്റ്റ് നോക്കണം മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്, ടോട്ടൽ നമ്പേഴ്സ് നോക്കുക. ഇവിടെ 10, 11, 12, എക്സെട്ര 99. ഇവിടെ 1ൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 99 മൈനസ് 10 എന്നിട്ട് 1 പ്ലസ് ചെയ്താൽ മതി. 89 പ്ലസ് 1 90. ഇവിടെ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. 2-digit നമ്പർ നമ്മൾ എഴുതണം. 10, 11, എക്സെട്ര 99. ടോട്ടൽ നമ്പേഴ്സ് ഏതുണ്ട്? 99 മൈനസ് 10 പ്ലസ് 1 90. ഇനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് 2-digit നമ്പറും ആയിരിക്കണം, അത് പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം. ഏതൊക്കെയാണ് സ്ക്വയർ നമ്പേഴ്സ്? ഫസ്റ്റ് 3 സ്ക്വയർ 9, 1 digit ആവും. 4 സ്ക്വയർ എന്താ? 16. 5 സ്ക്വയർ 25. 6 സ്ക്വയർ 36. 49. 8 സ്ക്വയർ 64. 9 സ്ക്വയർ 81. 1, 2, 3, 4, 5, 6. എത്ര നമ്പേഴ്സ് ഉണ്ട്? 6. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ. എപ്പോഴും നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത് നമുക്കിവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിന് ഫേവറബിളായിട്ടുള്ള നമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 ബൈ ടോട്ടലാണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. നമുക്ക് 6 വെച്ച് തന്നെ കട്ട് ചെയ്യാമല്ലോ. 1/50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. നമുക്കിനൊരു ഫിഗർ തന്നിട്ട്, ഇപ്പം ബോൾസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാലോ, എളുപ്പമാണ്. ഇപ്പോൾ 6 റെഡ് ബോൾസ് ഉണ്ട്, 5 ബ്ലാക്ക് ഉണ്ട്. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് ടേക്കിംഗ് എ റെഡ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് റെഡ് ന്യൂമറേറ്ററിൽ എഴുതുക, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഡിനോമിനേറ്ററിൽ എഴുതുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കൊരു പിക്ചർ തന്നിട്ട്, ഇപ്പോൾ ഒരു സ്ക്വയറിനകത്ത് സർക്കിൾ, അല്ലെങ്കിൽ സർക്കിളിനകത്ത് സ്ക്വയർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദി ഗ്രീൻ പാർട്ട്. നമുക്ക് തൽക്കാലം ഇവിടെ ഷെയ്ഡ് ചെയ്യാം. ഗ്രീൻ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി പ്രോബിലിറ്റി ഓഫ് ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്.
A square got joining the midpoints of a square. ഒരു സ്ക്വയർ അതിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ കിട്ടുന്ന സ്ക്വയർ. ഞാൻ റഫ് ഫിഗറാണ് വരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് പേര് കൊടുക്കുക ABC PQRS. നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇടുന്നു. ആ ഡോട്ട് എവിടെയായിരിക്കണം? ഇതാണ് നമ്മുടെ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത്. ഷെയ്ഡഡ് പോർഷൻ നമുക്ക് തൽക്കാലം ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് ഗ്രീൻ പാർട്ട് നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഡോട്ട് ഇടുന്നു. ആ ഡോട്ട് എവിടെ വേണമെങ്കിലും വരാം. ഈ PQRSന് അകത്ത് വരാം. അതിനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഈ ഷെയ്ഡഡ് പോർഷൻ ഒന്ന് മായ്ക്കുകയാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ PR ആൻഡ് SQ. ഇതെല്ലാം സ്ക്വയറാണ്. ഇത് ABCD സ്ക്വയറാണ്. അതിൻ്റെ എല്ലാം ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് കിട്ടിയ സ്ക്വയറാണ് അകത്ത്, അല്ലേ? PQRS. ഈ രണ്ട് ട്രയാങ്കിളും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ ഇവിടെ നമ്മൾ ഒന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ SOR ആൻഡ് ട്രയാങ്കിൾ SRD ആർ ഈക്വൽ. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടും? 1 2 3 4 5 6 7 8 ട്രയാങ്കിൾസ് കിട്ടും, അല്ലേ? ഈ 8 ട്രയാങ്കിൾസിൽ 4 ട്രയാങ്കിൾസ് ചേരുന്നതാണ് ഇത് സ്ക്വയർ PQRS. 8 ട്രയാങ്കിൾസും ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫുൾ സ്ക്വയർ കിട്ടും, അല്ലേ? പ്രോബബിലിറ്റി of falling a dot എവിടെയായിരിക്കണം? ഇൻ ഷെയ്ഡഡ് പോർഷൻ. ബുക്കിൽ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു പേര് കൊടുത്തതാണ്, ഷെയ്ഡഡ് പാർട്ട്. ഷെയ്ഡഡ് പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് PQRS. നമ്മൾ എന്തെഴുതണം? ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ എത്രയാണോ അത് ന്യൂമറേറ്ററിൽ എഴുതണം. ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ ഡിനോമിനേറ്ററിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഒന്നും കാണണ്ട, കാരണം ഇവിടെ 8 ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ബൈ ടോട്ടൽ എത്രയുണ്ട്? 8. അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ 8 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടീസസ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിൾ, ഇതിനകത്തൊരു സ്ക്വയർ. തൽക്കാലം നിങ്ങൾ സ്ക്വയറാണെന്ന് വിചാരിച്ചു. നമുക്ക് ABCD റഫായിട്ട് വരയ്ക്കുകയാണ്. എ സ്ക്വയർ ഇൻസൈഡ് എ സർക്കിൾ. ABCD ഈസ് എ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് എ ഡോട്ട് ഇൻ ദിസ് സ്ക്വയർ. ഈ സ്ക്വയറിനകത്ത് ഒരു ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമുക്കറിയാം ഇവിടെ ABCD എന്താ? സ്ക്വയർ. ഇതൊരു സർക്കിൾ. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് എപ്പോഴും സർക്കിളിൻ്റെ എന്തായിട്ട് വരും? ഡയമീറ്ററായിട്ട് വരും, അല്ലേ? നമ്മൾ ABX ആണെങ്കിൽ ADX, ഇത് 2R വരും, ഡയമീറ്ററായിട്ട് വരും. അപ്പം ഡയഗണൽ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് സർക്കിൾ. സൈഡ് X ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? X സ്ക്വയർ. ഈ ട്രയാങ്കിൾ അറിയാമല്ലോ, 90 ഡിഗ്രി. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ X സ്ക്വയർ പ്ലസ് X സ്ക്വയർ എന്താ? 2R ദ ഹോൾ സ്ക്വയർ. 2x square is equal to 4R square. So x square is equal to 2R square. ഇനി നമുക്ക് പ്രോബബിലിറ്റി എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഫോളിങ് എ ഡോട്ട് ഇൻ സ്ക്വയർ.
probability of falling a dot in square. ആ സ്ക്വയർ അവിടെ ഗ്രീൻ ഷെയ്ഡെന്നോ റെഡ് ഷെയ്ഡെന്നോ തരുവാണെങ്കിൽ ഷെയ്ഡഡ് പാർട്ട് എന്ന് എഴുതുക, തൽക്കാലം സ്ക്വയർ എന്ന് എഴുതുക. ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ എന്താ? സൈഡ് ഇൻറ്റു സൈഡ്. ഫോർമുല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ. അപ്പം നമുക്കിവിടെ എക്സ് സ്ക്വയർ എത്ര കിട്ടി? 2r സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ക്യാൻസൽ. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2/π. ഇങ്ങനെ ഇത് ചോദിക്കാം. ഇപ്പം നമ്മൾ ഇത് സ്ക്വയർ സർക്കിളിനകത്തായി. ഇനി സ്ക്വയറിനകത്ത് സർക്കിൾ വരാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ സർക്കിളിനകത്ത് സ്ക്വയറിനകത്ത് സർക്കിൾ. ഇവിടെ സൈഡ് എക്സ് ആണെങ്കിൽ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ആർ എന്തായിരിക്കും? x/2. ഏരിയ ആർ ഈസ് ഈക്വൽ ടു x/2. സോ പ്രോബിലിറ്റി എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഫോളിങ് എ ഡോട്ട് ഇൻ ദിസ് സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ബൈ ഏരിയ ഓഫ് സ്ക്വയർ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ എത്രയാണ്? x/2, x²/4. നമ്മൾ എപ്പോഴും ഏതിലാണോ ഡോട്ട് വരുന്നത് അതിൻ്റെ ഏരിയ നമ്മളെപ്പോഴും എവിടെ എഴുതണം? ന്യൂമറേറ്ററിൽ എഴുതണം. ഫുൾ ഇതാണ് സ്ക്വയറാണ്, അപ്പോൾ അതിൻ്റെ ഏരിയയാണ് ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. x² കട്ടാവും. π/4. പ്രോബിലിറ്റി ഓഫ് ഫോളിങ് എ ഡോട്ട് മുമ്പ് എഴുതിയതുകൊണ്ടാണ് ഞാൻ ഫുൾ എഴുതാത്തത്. പ്രോബിലിറ്റി ഓഫ് ഫോളിങ് എ ഡോട്ട് ഇൻ സർക്കിൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഗ്രീൻ ഷെയ്ഡെന്നോ ആണെങ്കിൽ ഗ്രീൻ ഷെയ്ഡെന്ന് എഴുതിയിട്ട് ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ബട്ട് ആർ ഈസ് ഈക്വൽ ടു x/2. പൈ ഇൻറ്റു x²/4. 4 ഡിനോമിനേറ്ററിൽ വരും. x² കട്ടാവും. ദാറ്റ് ഈസ് π/4. Answer 5. Next question. Question number 5. A box contains 4 slips numbered 1, 2, 3, 4. Page 75. A box contains 4 slips numbered 1, 2, 3, 4. ഇവിടെ 2 ബോക്സ് ഉണ്ട്. ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്. ഫസ്റ്റ് ബോക്സിൽ നമ്മൾ 4 സ്ലിപ്സ് ഇങ്ങനെ പേപ്പറിൽ എഴുതി, തുണ്ട് എഴുതി. നമ്മൾ കള്ളനും പോലീസൊക്കെ കളിക്കില്ലേ അതുപോലെ. 1, 2, 3, 4. സെക്കൻഡിൽ 1, 2, 3. അപ്പം അങ്ങനെ ഫസ്റ്റ് ബോക്സിൽ നമ്മൾ 4 സ്ലിപ്സ് 1, 2, 3, 4 എഴുതിയിടുന്നു. സെക്കൻഡ് ബോക്സിൽ 1, 2, 3. ഇനി എന്താ പറയുന്നത്? ഇഫ് 1 സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച്. ഓരോ ബോക്സിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുന്നു, ഇതിൽ നിന്നൊരു സ്ലിപ്പ് എടുക്കുന്നു, രണ്ടിൽ നിന്ന് ഓരോരോ സ്ലിപ്പ് എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീങ് ഓഡ്? ആദ്യം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ടോട്ടൽ പേസ് നോക്കുക. ടോട്ടൽ പേസ് ഇവിടെ എത്ര നമ്പറുണ്ട്? 4. ഇവിടെ 3. 4 × 3, ദാറ്റ് ഈസ് 12. ഇനി ഇതിൽ ഓഡ് പേസ് വരുന്നത് പ്രോഡക്റ്റ് ഓഫ് ഓഡ് എന്നാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ 1, 1, 1, 2, 1, 3 അതാണ് പെയർ. അപ്പോൾ അതിൽ 2 നമ്പറും ഇൻഡ് ചെയ്താൽ അതാണല്ലോ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഓഡായിരിക്കണം. അപ്പോൾ ഇവിടെ 1, 1 ആണെങ്കിൽ നമുക്കറിയാം 1 × 1, 1.
ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ഇൻറ്റു ചെയ്താൽ എന്തായിരിക്കും എപ്പോഴും ഈവൻ നമ്പറേ വരും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ടു ഈവൻ നമ്പേഴ്സ്, രണ്ട് ഈവൻ നമ്പർ ഇൻറ്റു ചെയ്താലും എന്തേ വരുള്ളൂ, ഈവനേ വരുള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് ഓഡ് വരണമെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ ആയിരിക്കണം, രണ്ടും ഓഡായിരിക്കണം അല്ലേ. 1 1 പോസിബിൾ പേയേഴ്സ് ഏതൊക്കെ വരും, ഓഡ് പ്രോഡക്റ്റ് ഓഡ് വരുന്ന പേയേഴ്സ് നമുക്ക് എഴുതാം. പ്രോഡക്റ്റ് ഓഡ് പേയേഴ്സ് ഏതൊക്കെയാണ്, 1 1 1 3 3 1 3 3 ഏതൊക്കെ ഉണ്ട്, 1 2 3 4 പേയേഴ്സേ ഉള്ളൂ അല്ലേ. ടോട്ടൽ എത്ര പേരുണ്ട്, നമുക്ക് എന്ത് എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ബീയിങ് ഓഡ്. Probability of the product being odd. എത്ര പേയേഴ്സ് ഉണ്ടായിരുന്നു അത് ന്യൂമറേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ എന്ത് എഴുതണം, ടോട്ടൽ പേയേഴ്സ് എഴുതണം. 4/12 1/3 മനസ്സിലായല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട്, ദ പ്രോഡക്റ്റ് ഓഫ് ബീയിങ് ഈവൻ. നമുക്കറിയാം ടോട്ടൽ 12 പേയേഴ്സ് ഉണ്ട്, അതിൽ 4 പേയേഴ്സും ഓഡാണ്, ബാക്കി എത്രയുണ്ട്, 8 പേയേഴ്സ്. ഈ 8 പേയേഴ്സ് എന്തായിരിക്കും നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്, ഈവൻ ആയിരിക്കും. 8/12. Probability of the product being ഈവൻ. 8 ഉണ്ട്, ടോട്ടൽ 12. 4 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ 2 ക്ലാസ്സിൽ സെക്ഷൻ 10A 10B അങ്ങനെ 2 ഡിവിഷനിൽ ബോയ്സും ഗേൾസും സെലക്ട് ചെയ്യുന്നത്. ക്ലാസ് 10A 10B 2 ക്ലാസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് 10Aയിൽ 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. ബോയ്സും ഗേൾസും 30 ബോയ്സും 20 ഗേൾസും. Boys and girls 15 25. ഇതിനകത്ത് ഓരോ പാർട്ടുണ്ട്. ഇനി 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഫ്രം ഈച്ച് ക്ലാസ്. ഇവിടെയും മുമ്പേ പറഞ്ഞ പോലെ ഓരോ ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് എടുക്കുന്നു. അതേപോലെ ഇവിടെയും 10Aയിൽ നിന്ന് ഒരു കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, 10Bയിൽ നിന്ന് ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അത് നമ്മൾ എന്ത് എഴുതണം, ടോട്ടൽ പേയേഴ്സ് എഴുതണം. നമുക്ക് ഇങ്ങനെ കുട്ടികളെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ ഏതൊക്കെ പെയർ വരാം. ഇവിടെ 30 + 20 എത്രയുണ്ട്, 50. ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 40. ദാറ്റ് ഈസ് 2000. ഇനി ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. നമ്മൾ ഇവിടെ നിന്നൊരു ഗേളിനെ എടുത്താൽ ഇവിടെ ആരെ തന്നെ എടുക്കണം, ഗേളിനെ തന്നെ എടുക്കണം അല്ലേ. ഇവിടെ ഗേൾ എത്രയുണ്ട്, 20. ഇവിടെ ഗേൾ എത്രയുണ്ട്, 20. 25. 20 × 25/2000. 100. 25 100 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1/4. Second question, what is the probability of both being boys. രണ്ടും ബോയ്സ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളിവിടുന്ന് ഒരു ഗേൾ എടുക്കുമ്പോൾ അവിടുന്ന് ഒരു ഗേൾ തന്നെ ആയിരിക്കണം. അതാണ് ബോത്ത് ബീയിങ് ഗേൾസ്. ഇതിൽ തന്നെ സെക്കൻഡ് പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ്
ബോയ്സ്. രണ്ടുപേരും ആൺകുട്ടികളായിരിക്കും. ഇവിടെ ബോയ് എത്രയുണ്ട്? 30. ഇവിടെ ബോയ് 15 by 2000. 1 0 cancel. 5. 9 by 40. ഇനി അടുത്തത് the probability of one boy and one girl. The probability of one boy, ഇതിൽ third part. Probability of one boy and one girl. നമുക്കറിയാം 1 boy 1 girl. ഇപ്പം നമ്മൾ ഫസ്റ്റ് 10Aയിൽ നിന്ന് നമ്മൾ ബോയെ എടുത്താൽ 10Bയിൽ നിന്നും ആരെ എടുക്കണം? ഗേളിനെ എടുക്കണം. അല്ലെങ്കിലോ 10Aയിൽ നിന്ന് ഗേളിനെ എടുത്താൽ 10Bയിൽ നിന്ന് ആരെ എടുക്കണം? ബോയെ എടുക്കണം അല്ലേ? ഇവിടെ 30 × 25 പ്ലസ് നമ്മളിവിടെ നിന്ന് ബോയ് എടുത്തപ്പോൾ അവിടെ ഗേൾ എടുത്തു. ഇനി ഇവിടെ ഗേൾ എടുത്താലോ 20 × ബോയ് 15 ഹോൾ ഡിവൈഡഡ് ബൈ 2000. ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ പേയേഴ്സ് എത്രയുണ്ട് അത് എഴുതുക. 30 × 25 750 300 2000. 0 5 1 0 5 0 1050. 1 0 cancel. 21 by 40. ഇനി ഒരു പാർട്ടുണ്ട്. The probability of at least one boy. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരാളെങ്കിലും ആൺകുട്ടി ആയിരിക്കണം. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടിയെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് ഒന്നിൽ കൂടാം, പക്ഷെ ഒന്നിൽ കുറയാൻ പാടില്ല. അതാണ് അറ്റ്ലീസ്റ്റ് 1 boy. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 boy. ഇവിടെ നമ്മൾ ബോയ് എടുത്താൽ അവിടെ നിന്ന് ആരെ എടുക്കണം? ഗേൾ. 30 × 25 പ്ലസ് ഇവിടെ നമ്മൾ ഗേളിനെ എടുത്താൽ അവിടെ ബോയ്, അപ്പോഴും ഒരു ബോയ് ഉണ്ടല്ലോ, പ്ലസ് 2 ബോയ്സും വരാം. ഇപ്പോൾ മൊത്തം 2 കുട്ടികളേ ഉള്ളൂ അല്ലേ? അപ്പം അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ 1 or more, ഒന്നും അതിൽ കൂടുതലും എന്നാണ്, പക്ഷെ ഒന്നും കുറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1 ബോയ് എടുത്തു, ഗേളിനെ എടുത്തു, 1 ഗേൾ, ഇവിടെ 1 ബോയ്. ഇനി 2 ബോയ്സ് വരാം. 30 × 15 whole divided by 2000. 750 300 450 2000. 1050 450 1500. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാമല്ലോ. 3/4 സോറി 3/4. അറ്റ്ലീസ്റ്റ് 1 ബോയ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് പാടായിട്ട് തോന്നും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, ഒരാൾ 1 ബോയ് എന്ന് പറഞ്ഞാൽ ഒന്നും അതിൽ കൂടുതലും. ഇവിടെ ആകെ 2 പേരെ എടുക്കുന്നുള്ളൂ. 2 ബോയ്സ് വരാം, 1 ബോയും വരാം, പക്ഷെ 1ൽ കുറയാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ 1 ബോയ് എടുത്ത് 1 ഗേൾ എടുത്ത്, അതൊരു വേ. പിന്നെ ഇവിടെ 1 ഗേൾ 1 ബോയ്, അപ്പോഴും നമുക്കൊരു ബോയ് ഉണ്ട് അല്ലേ? ഇനി 2 ബോയ്സ്, ബോയ്, അതാണ് 30 × 15 ടോട്ടൽ 1500/2000. അപ്പോൾ ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്ത് എഴുതണം? നമ്മൾ ടോട്ടൽ എഴുതണം. ന്യൂമറേറ്ററിൽ നമുക്ക് ഫേവറബിളായിട്ടുള്ള നമ്മൾ എന്താണോ നമുക്ക് കാണേണ്ടത് അതിനനുസരിച്ചുള്ള പേഴ്സ് ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ.
ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കിതിൽ ഇടാത്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിൽ വരും. ഇനി അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അത് കുറച്ച് ലെങ്തിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.